ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് സംഘപരിവാർ ബോധപൂർവമായ കലാപം സൃഷ്ടിക്കാൻ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതായി ഡിവൈഎഫ്ഐ പാലപ്പുറം മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ. വിഎച്ച്പി നൽകിയ പരാതിയെ തുടർന്നുള്ള വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു നേതാക്കൾ. വള്ളുവനാടിന്റെ പ്രാദേശിക ഉത്സവമായ ചിനക്കത്തൂർ പൂരം നടത്തിപ്പിൽ ആസൂത്രിത കലാപ നീക്കമാണ് സംഘപരിവാർ നവമാധ്യമങ്ങളിലൂടെ നടത്തുന്നത്. കഴിഞ്ഞ 40 വർഷക്കാലമായി കാവ് പരിസരത്ത് CPM-ന്റെയും ഡിവൈഎഫ്ഐയുടെയും കൊടിമരങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇക്കാലം അത്രയും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടാവുകയെന്ന് ഡിവൈഎഫ്ഐ പാലപ്പുറം മേഖലാ സെക്രട്ടറി വിജേഷ് ചോദിക്കുന്നു. പാലപ്പുറം ചെനക്കത്തൂർക്കാവുമായി ബന്ധപ്പെട്ട് പാലപ്പുറം ചെനക്കത്തൂർക്കാവിന്റെ കൂത്തുമാളത്തിന്റെ പുറകിൽ ഡിവൈഎഫ്ഐയുടെയും പാലപ്പുറത്തിന്റെയും ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും കൊടിമരം സ്ഥാപിച്ചു എന്നതിന്റെ പേരിൽ ഒരു നിലവിലൊരു പരാതി ദേവസ്വത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 പതിറ്റാണ്ടായി ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും കൊടികൾ അല്ലെങ്കിൽ കൊടിമരങ്ങൾ അവിടെ നിലനിന്ന് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന ഒരു കൊടിയോ അല്ലെങ്കിൽ ഒരു പതാകയോ അല്ലാതെ അത് കുറച്ച് കാലങ്ങളായി അവിടെ നിലനിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ പല മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമായി പല കള്ളപ്രചരണങ്ങളും ഇതിനെതിരെ നടക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. പാലപ്പുറത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ പ്രചാരണത്തെ പൊതുജനം തിരിച്ചറിയുമെന്ന മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രേംജിത്ത് പറഞ്ഞു. കഴിഞ്ഞ 40 വർഷമായി പാലപ്പുറത്ത് ചെനക്കത്തൂർക്കാവിന്റെ പരിസരത്ത് റോഡരികിലായി സ്ഥിതി ചെയ്യുന്ന CPM-ന്റെ ഡിവൈഎഫ്ഐയും കൊടിമരം ആയി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ, വലിയ ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 40 വർഷമായി പാലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ആ കൊടിമരം യാതൊരു തരത്തിലുള്ള പ്രശ്നവും അവിടെ സൃഷ്ടിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പൂരത്തോടനുബന്ധിച്ച് CPM-ന്റെ സംസ്ഥാന ജാഥ വന്നതിൻ്റെ ഭാഗമായി ആ കൊടിമരം ഒന്ന് നവീകരിക്കുകയും അത് പുനഃസ്ഥാപിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള നിലയിലേക്കുള്ള ഒരു പ്രചരണമായിട്ടാണ് അത് നിലവിലുള്ളത്. സംഘപരിവാർ പാലപ്പുറത്തിന്റെ സമാധാനം തകർത്തുകൊണ്ട് ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം ഈ പൂരത്തോടനുബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. പാലപ്പുറത്ത് സംഘർഷമുണ്ടാക്കുകയും അതിൻ്റെ തുടർച്ചയായി ഈ പുനഃസ്ഥാപിച്ച കൊടിമരങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം തകർക്കുന്ന സ്ഥിതി കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പുണ്ടായി. അപ്പോൾ അതിനുശേഷം അവരൊരു പരാതി എന്നുള്ള നിലയിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ 40 വർഷമായി പാലപ്പുറത്ത് ആ കൊടിമരം ഇരിക്കുന്നതിൻ്റെ ഭാഗമായി യാതൊരു സംഘർഷം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അപ്പോൾ പാലപ്പുറത്തെ സമാധാനം തകർത്തുകൊണ്ട് വലിയ രൂപത്തിലേക്കുള്ള കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി, പൂരം സംഘർഷഭരിതമാക്കുന്നതിന് വേണ്ടി ബജറംഗദളും VHPയും സംഘപരിവാരം നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്നത്. ചെനക്കത്തൂർക്കാവിലെ വിശ്വാസികൾക്കും ചെനക്കത്തൂർക്കാവിലെ പാലപ്പുറത്തിന്റെ ചരിത്രത്തിൽ ഉടനീളം വലിയ പങ്ക് വഹിച്ചുള്ള CPM-ന്റെയും ഡിവൈഎഫ്ഐയുടെയും ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ മാതൃകയായി ആ കൊടിമരം അവിടെ തന്നെ എല്ലാ കാലത്തും നിലനിൽക്കും. അത് ഇത്തരത്തിലുള്ള പ്രചരണത്തെ മറികടക്കാൻ ജനകീയമായുള്ള പ്രവർത്തനങ്ങളോടെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ വർഷം പൂരം കൊടിയേറ്റ ദിവസം ചിനക്കത്തൂർ കാവുമുറ്റത്ത് കാവിക്കൊടി വീശി ആചാരലംഘനം നടത്തിയവരാണ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിയണമെന്നും പാലപ്പുറത്തിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ഡിവൈഎഫ്ഐ പൂർണ്ണ സജ്ജമാണെന്നും വ്യാജ പ്രചരണങ്ങൾ എത്ര വന്നാലും തകർന്നു പോകുന്നതല്ല ഈ പ്രസ്ഥാനമെന്നും അഡ്വക്കേറ്റ് കെ പ്രേംജിത്ത് വ്യക്തമാക്കി. പാലപ്പുറത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനും സംഘപരിവാർ ലക്ഷ്യമിടുന്ന നിലയിലേക്കുള്ള പദ്ധതി വിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ട് നടത്തിയെടുക്കാനും വേണ്ടിയുള്ള ശ്രമമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കത്തെ, ഈ പരാതി ഉൾപ്പെടെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. ആ നിലയിലേക്ക് പാലപ്പുറത്തിന്റെ ചരിത്രത്തിൽ വലിയ രൂപത്തിലേക്കുള്ള സ്വാധീനം ചെലുത്തിയിട്ടുള്ള അനവധി സമരങ്ങളുടെ നേതൃത്വമായി നിന്നുള്ള CPM-ന്റെയും ഡിവൈഎഫ്ഐയുടെയും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ സംഘപരിവാർ ഈ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും കഴിയില്ല. ഇത്തരത്തിലുള്ള പ്രചരണത്തെ മറികടക്കാൻ ജനകീയമായി തന്നെ ഇടപെടലുകൾ നടത്തും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ചെനക്കത്തൂർക്കാവിലെ വിശ്വാസികളെ പൂരമായി ബന്ധപ്പെട്ട് എല്ലാ മനുഷ്യരും ഒരുപോലെ ആഘോഷിക്കുന്ന ചെനക്കത്തൂർ പൂരത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെനക്കത്തൂർക്കാവിൽ സംഘർഷം ഉണ്ടാക്കുകയും അതിനുശേഷം അതിന്റെ തുടർച്ചയായി ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും കൊടിമരം നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആ കൊടിമരം ആ നിലയിലേക്ക് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ഡിവൈഎഫ്ഐയും CPM പുനഃസ്ഥാപിക്കുന്ന സ്ഥിതി ഉണ്ടായി. 40 വർഷത്തോളം ഇരുന്ന ആ കൊടിമരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള, അവിടെ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാറിന്റെ, BJPയുടെ, ബജറംഗദളിന്റെ, ഹിന്ദു പരിഷത്തിന്റെ ഒക്കെ ശ്രമമാണ് ഈ നടക്കുന്നത്. അതിനെ ജനകീയമായി തന്നെ ഞങ്ങൾ പ്രതിരോധിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ നമ്മുടെ പാലപ്പുറത്തിന്റെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന, വിശ്വാസികളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങളെ ജനങ്ങൾ ആ നിലയിലേക്ക് നോക്കിക്കാണുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്.